2018 വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു. കരിഞ്ചോലമല ഉരുൾപൊട്ടൽ. അന്ന് 14 ആളുകൾ മരണപ്പെട്ടിരുന്നു. ആ കരിഞ്ചോലമലേൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. 5 വർഷമായിട്ടും ഇവിടുത്തെ ഈ ഉരുൾപൊട്ടുണ്ടായ സ്ഥലമൊന്നും ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. ഈ കാണുന്ന വഴികളൊക്കെ, ഈ റോഡുകളൊക്കെ ഈ കാലം അത്രയും ബ്ലോക്കായിരുന്നു. ഒരുപാട് ദൂരത്തു നിന്ന് ഇങ്ങനെ പൊട്ടി പോന്നിട്ടുണ്ട്. വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ആയിരുന്നു പൊട്ടിയ പാറക്കല്ലുകളൊക്കെ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കംപ്രസറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ കാണാം, ഒരുപാട് ദൂരത്തിൽ റോഡ് പോലെ ആയി പോയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ആ താഴെ ഭാഗത്ത് അവിടെ ഇറ്റാച്ചിയോ JCB ഒക്കെ ഉണ്ട്. ഏതായാലും ഒരുപാട് വീടുകളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരാളും താമസിക്കുന്നില്ല. എല്ലാ ആളുകളും ഇവിടെയുള്ള നഷ്ടപ്പെട്ടു പോയ പുരക്കാരും അതുപോലെ തന്നെ അല്ലാത്ത ആളുകളും ഒക്കെ ഇവിടുന്ന് താമസമൊക്കെ മാറ്റി വേറെ ഏതോ സ്ഥലത്തേക്ക് ആക്കി പോയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നും ഒരു ഓർമ്മയായി ഈ സ്ഥലം ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ 6 വർഷമായിട്ട് വലിയ പുരോഗമനമൊന്നും ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. ഈ സമയം അത്രയും ഇങ്ങനെ തന്നെ വെച്ച പാറ, ഈ കാണുന്ന പാറകളൊക്കെ ആ മലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒലിച്ചു വന്നതാണ്. ഇവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്, കരിഞ്ചോല പൂവൻമല റോഡ്. ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് എഴുതി വെച്ചത്. നല്ല വെയിലുണ്ട്, കൂടുതൽ വീഡിയോകളൊന്നും എടുക്കാനാകുന്നില്ല. ഈ റൂട്ടിലൂടെ വന്നപ്പം ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് പോയി നോക്കുക, ഇവിടുത്തെ സ്ഥിതികളൊക്കെ ഒന്ന് അറിയാം, എന്താണ് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത്. ഇതിലെ പാസ് ചെയ്യുന്ന റോഡാണ്. റോഡൊന്നും ഈ അടുത്ത് വരെ ഈ റോഡൊന്നും ഗതാഗത യോഗ്യമല്ലായിരുന്നു. ഇപ്പോൾ ആ പാറകളൊക്കെ മാറ്റി പഴയ രീതിയിലേക്ക് ഈ പ്രദേശത്തെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള കാഴ്ചകൾ. ലോഡ് കണക്കിന് പാറക്കല്ലുകളാണ് പൊട്ടിച്ച് ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന വലിയ കല്ലുകളൊക്കെ അവിടുന്ന് മുകളിൽ നിന്ന് ഉരുണ്ട് വന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ അവസ്ഥകൾ വളരെ ദയനീയമാണ്. ഏക്കറക്കണക്കിന് സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. ഇനി ഈ പ്രദേശത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും വരാനുള്ള യാതൊരു ചാൻസും കാണുന്നില്ല. വല്ലാത്ത കാഴ്ച തന്നെയാണ്. മണ്ണുകളൊക്കെ ഒരുപാട് ആഴത്തിലാണ് ഒലിച്ചു പോയത്. ഇത് സംഭവം നടക്കുന്ന ഒരു ദിവസം പുലർച്ചെ 4 മണിക്കാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നത്. നല്ല മഴയുള്ള സമയത്തായിരുന്നു സംഭവം. അപ്പോൾ അതിൽ 14 അധികം ആളുകളാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് തോന്നുന്നത്. ഏകദേശം 6 കൊല്ലമായി. 2018 സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം. ചുറ്റുവട്ടത്തും വലിയ മലയാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.